ഓപ്പണിംഗ് സീനില് നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും സുസാനയെയും നയൻടേലിനെയും കമ്പൈൻ ചെയ്ത് വലിയൊരു ആയുധം തന്നെ ക്രിയേറ്റ് ചെയ്യും. നറൂട്ടോയ്ക്കാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. അതിന് സാസുക പറയും, നിന്റെ നയൻടേലിന്റെ മേലെ എന്റെ സുസാനയെ ഉപയോഗിച്ച് ഞാനൊരു ഹാമർ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് പുതിയ ജിപ്സുവോ പവറോ ഒന്നുമല്ല. ഓൾറെഡി പണ്ടുള്ളവര് ഇത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് മാധുരയും ഇതേ പവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതേസമയം കാക്കാഷി മാസ്റ്റർക്കാണെങ്കില് മാസ്റ്ററിന്റെ കണ്ണില് ഒരുപാട് വേദന അനുഭവപ്പെടും. മാത്രമല്ല കുട്ടപ്പനെയും സാസുകയെയും അവരെ രണ്ടുപേരെയും ഒരേ ഫ്രെയിമില് അവന് കാണാൻ കഴിയും. അതായത് ഒബീട്ടോ അവൻ എന്ത് കാണുന്നു അത് തന്നെയായിരിക്കും ഇപ്പൊ കാക്കാഷി മാസ്റ്റർ കാണാം. ഒബീട്ടോ വീണ്ടും ശക്തമായിട്ട് വിളിച്ചു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡ്രീം വേൾഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞ് ഒബീട്ടോ അവരിപ്പോ വലിയൊരു റാഡ് ഉപയോഗിച്ച് ഒരു ചെറിയ സ്റ്റെപ്പ് അതങ്ങനെ മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ കാക്കാഷിക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ എന്നൊന്നും മനസ്സിലാവില്ല. ഒബീട്ടോ ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയായിരിക്കും വീണ്ടും ആളുടെ മനസ്സിൽ മുഴങ്ങി കേൾക്കുക. ഒബീട്ടോ പറയും, ഇപ്പൊ എനിക്ക് ഹൃദയമില്ല, ഇവിടെ വെറും ഒരു ദ്വാരം മാത്രമാണ്. ഇവിടെ നീ എന്തുപയോഗിച്ചാ ഫില്ല് ചെയ്യുക, നിന്നെ കൊണ്ട് ഫില്ല് ചെയ്യാൻ കഴിയോ? സോ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്ക്. എന്റെ കൂടെ ഞാൻ പറയുന്ന ആ ഡ്രീം വേൾഡിലേക്ക് വരണം. എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കണം. കട്ട് ചെയ്ത ഒബീട്ടോ അവൻ പറയും, ഇതാണ് സ്ക്വാഡ് ലാഡർ. ഇത് ഉപയോഗിച്ച് എനിക്ക് പലതും ചെയ്യാൻ കഴിയും. ഇതൊക്കെ ചെയ്തിട്ടും പ്രയോജനമില്ല. ഇത് സാക്ഷാൽ പവറാണ്. ഇതിനൊന്നും ടച്ച് ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചോച്ചി ഷിനോ അവർക്കെല്ലാം തന്നെ എന്തോന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ നറൂട്ടോ അവന്റെ പവർ വെച്ച് അവരെ എല്ലാവരെയും കുട്ടപ്പന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഇവിടെ നറൂട്ടോ അവൻ സാസുകയോട് പറയും, ആട്ടി ആ ഒരു അടിയില് ഒബീട്ടോ മരിക്കണം. പിന്നെ ഒരിക്കലും ഒബീട്ടോ തിരിച്ചു വരാൻ പാടില്ല. അവനത് പറയുമ്പോ തന്നെ ഇപ്പൊ നയൻടേലിന്റെ ബോഡിയിൽ നിന്ന് റെസൻമെന്റ് പവർ അത് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. ഇവിടെ ഒബീട്ടോ അവനാണെങ്കിൽ ആ ഒരു സ്ക്വാഡ് എടുത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജനങ്ങളെയും ഷിനോബികളെയും എല്ലാവരെയും നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അത് കണ്ട് നയൻടേല് അത് അലറാൻ തുടങ്ങും. അതേസമയം ലോങ് ഷോട്ടില് ഈനോ ഷിനോ ഷിക്കവരു അങ്ങനെ എല്ലാവരും ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. ആ 9 പേരും ഇപ്പൊ 9 ഭാഗത്തായി അങ്ങനെ നിൽക്കും. അവരുടെ തൊട്ട് മുൻപില് ഓരോ റെസൻഗണ്ണും അവരുടെ ബോഡിയിലും കുട്ടപ്പന്റെ ബോഡിയിലുള്ളതുപോലെ നയൻടേലിന്റെ ഒരു കോട്ട് അത് അങ്ങനെ വന്ന് വീഴും. നറൂട്ടോ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഓരോ റെസനന്റ് പവർ തന്നിട്ടുണ്ട്. ആ ഒരു റെസനന്റ് പവർ അത് നിങ്ങളെടുത്ത് ആ ഒബീട്ടോ അവനൊരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് പതിപ്പിക്കണം. ഷിനോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഞങ്ങളെ കൊണ്ട് അതിന് കഴിയോ? നറൂട്ടോ പറയും, തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ കോമ്പറൻസ് ആണ്. സോ നിങ്ങളെ കൊണ്ട് മാത്രമേ ഇത് കഴിയൂ. നറൂട്ടോ അത് പറയേണ്ട താമസം അവർ 9 പേരും ഇപ്പൊ റെസനന്റ് പവർ അതൊന്നായി തൂക്കിയെടുത്ത് ഒബീട്ടോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബാരിയറിന്റെ മേലെ അങ്ങനെ ആഞ്ഞടിക്കും. അടിച്ച അടിയില് ആ ഒരു ഷീൽഡ് അതങ്ങനെ തകർന്നു പോകും. ഇവിടെ ഒബീട്ടോ ആണെങ്കിൽ അവന്റെ സേജ് വെപ്പനുമായിട്ട് അങ്ങനെ പാഞ്ഞെടുക്കും. അപ്പോഴായിരിക്കും അവനൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരിക. റിൻ മരിച്ചതിന് ശേഷവും ഒബീട്ടോ അവൻ റിവെഞ്ച് എടുക്കാതെ കാക്കാഷി മാസ്റ്റർ കൂടെ തന്നെ ലീഫ് വില്ലേജിൽ ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ അവൻ മുൻപോട്ട് ജീവിക്കും, അവന്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അവൻ ഒരു സെക്കൻഡ് ആലോചിക്കും. അപ്പൊ അതേസമയം അവൻ കാണും കാക്കാഷിയും അവർ രണ്ടുപേരും റിന്നിന്റെ കല്ലറയുടെ മുൻപിൽ നിന്ന് അങ്ങനെ പൊട്ടിക്കരയാണ്. പിന്നീട് കാലഘട്ടങ്ങൾ കടന്നു പോകുന്തോറും എല്ലാവരെ പോലെ വലിയൊരു ഷിനോബിയായി അവൻ മാറും. ഒടുവിൽ വില്ലേജിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒക്കാഗെയായി വരെ അവൻ മാറുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഒബീട്ടോ അവൻ ഷോക്കാവും. ഞാനെന്തിനാ ഇങ്ങനെയുള്ള ഡ്രീംസ് ഒക്കെ ഇപ്പൊ കാണുന്നത്, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ സ്ക്വാഡിലേക്ക് നോക്കും. ആ സ്ക്വാഡ് അതിന്റെ ഓരോ ഭാഗമായിട്ട് ഇപ്പൊ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് ആ സ്ക്വാഡ് മുഴുവനായിട്ട് തകർന്ന് ഒബീട്ടോയുടെ വയറുഭാഗം അതിപ്പോ രണ്ടായിട്ട് കട്ടാവും. ഉടനെ ഒബീട്ടോയുടെ ബോഡിയിലുണ്ടായിരുന്ന ആ വേസ്റ്റുകൾ അതിപ്പോ അലറിക്കൊണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇവിടെ നയൻടേലിനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. ഒടുവില് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് അവർ മുഴുവൻ റിലീസായി പുറത്തേക്ക് വന്നു കഴിഞ്ഞു. മറ്റൊന്നും ആലോചിക്കാനില്ല, എത്രയും പെട്ടെന്ന് അവർ അബ്സോർവ്
ചെയ്യണം. നാറൂട്ടോ ആണെങ്കില് സൺ ഗോക്കു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് ആലോചിക്കും. നാറൂട്ടോ സൺ ഗോക്കു ആയിട്ട് ഫീസ്റ്റ് ബോംബ് അടിച്ച് അവന്റെ എല്ലാ ഫീലിങ്സും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നാറൂട്ടോ അവൻ ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ എല്ലാം തന്നെ ഇപ്പൊ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഉടനെ അവറ്റകൾ പറയും, ഫോർത്ത് ഡേയില് നീയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളോട് പറഞ്ഞു. ആ വിശ്വാസത്തിലാണ് നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച് നിന്നിൽ വിശ്വസിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് എത്തിയത്. ഉടനെ ആ ബീസ്റ്റുകൾ മുഴുവൻ കുട്ടപ്പന് നേരെ കൈ നീട്ടും. നാറൂട്ടോ ടൈൽ ബീസ്റ്റ് അടിച്ച് വീണ്ടും അവർ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇത്തവണ വൺ ടൈലിനെയും കുട്ടപ്പനെ കൊണ്ട് അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയില്ല. കുട്ടപ്പൻ ഒരുപാട് നേരം അതിനെ അബ്സോർബ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കുട്ടപ്പനെ കൊണ്ട് അതിന് കഴിയില്ല. അപ്പോഴായിരിക്കും ഗാറ അവൻ അവിടേക്ക് ചാടി വീഴുക. ഗാറ അവന്റെ സാൻഡ് പവർ വെച്ച് വൺ ടൈലിനെയും എയ്ത്ത് ടൈലിനെയും പിടിച്ചു വലിക്കും. പക്ഷെ അവനെ കൊണ്ട് മുഴുവനായിട്ടും അവർ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കില്ലർ ബി അവൻ അവിടേക്ക് വരും. കില്ലർ ബി പറയും, ആ എയ്ത്ത് ടൈല് അത് എന്റേതാണ്. സോ അവനെ അബ്സോർബ് ചെയ്യാൻ എനിക്കാവും പറഞ്ഞ് അടുത്തായിട്ട് കില്ലർ ബി ആയിരിക്കും ഇപ്പൊ എയ്ത്ത് ടൈലിനെ അബ്സോർബ് ചെയ്യുക. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നൈൻ ടൈലിനെ കാണിക്കും. അതാണെങ്കിൽ ബാക്കിയുള്ള ബീസ്റ്റുകളുടെ പവർ മാക്സിമം ഫോഴ്സിൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈൻ ടൈൽ കുട്ടപ്പനോട് പറയും, നമ്മൾ എത്രത്തോളം സ്പീഡില് ഇവന്റുകൾ അബ്സോർബ് ചെയ്യുന്നോ അത്രത്തോളം സ്പീഡില് ഒബീറ്റോയുടെ പവർ ഇല്ലാതെയാവും. പിന്നെ ഒബീറ്റോയുടെ ബോഡിയിൽ അവശേഷിക്കുക ആ ടെൻ ടൈലിന്റെ വേറൊരു ഷെല്ല് മാത്രമായിരിക്കും. അതിനുശേഷം മരത്തിൽ പാതി വിരിഞ്ഞ ആ ഒരു പൂവ് അതങ്ങനെ വീണ്ടും ഒരു മൊട്ടായി മാറി മരത്തിലേക്ക് തന്നെ തിരികെ പോകും. പിന്നീട് ഇൻഫിനിറ്റി സുക്കുനോമി അത് വർക്ക് ചെയ്യില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ വലിയ മരം അതിന്റെ കൺട്രോൾ മുഴുവനായിട്ടും ഇപ്പൊ ഒബീറ്റോയുടെ കയ്യിൽ നിന്ന് പോകും. അതിന്റെ വളർച്ച മുരടിച്ച് അതങ്ങനെ സ്റ്റോപ്പ് ആവും. ഷിക്കോരി പറയും, ഇതാണ് പറ്റിയ അവസരം. നമ്മുടെ പവർ അത് കാണിക്കാനുള്ള കറക്റ്റ് സമയം. നമ്മുടെ ബോഡിയിലുള്ള കുറച്ച് പവർ അതെല്ലാം ചേർത്ത് വെച്ച് ഒരു വലിയ പവറാക്കി മാറ്റി എത്രയും പെട്ടെന്ന് നമുക്കും ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങണം. ഇവിടെ നാറൂട്ടോ ആണെങ്കിൽ ഫുൾ ഫോഴ്സില് ആ ബീസ്റ്റുകൾ മുഴുവൻ പിടിച്ചു വലിക്കുകയാണ്. അപ്പോ ഒബീറ്റോയുടെ മനസ്സിലെ വേദനകളും ചിന്തകളും അതൊക്കെ തന്നെ ഇപ്പൊ നാറൂട്ടോയായിട്ട് കണക്റ്റാവും. റിന്നുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങള് അവന് റിന്നിനോടുള്ള ഇഷ്ടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നാറൂട്ടോയ്ക്കും ഒന്നും വിടാതെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഏകദേശം നാറൂട്ടോയുടെ ലൈഫ് പോലെ തന്നെയായിരുന്നു ഒബീറ്റോയുടേതും. ഒബീറ്റോയ്ക്ക് റിന്നിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സാസുകെക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു റിന്നിന് കാക്കാഷിയോടുള്ള സ്നേഹം. അവർ രണ്ടുപേരും നാറൂട്ടോയുടെയും ഒബീറ്റോയുടെയും സ്നേഹം കണ്ടില്ലായിരുന്നു നടിച്ചു. കുട്ടപ്പനാണെങ്കിൽ ഒബീറ്റോയെ കാണുമ്പോ ഇപ്പൊ അവന്റെ ഫേസ് തന്നെ ഓർമ്മ വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് तेरे पढ़ाई का कितना भी टफ से टफ क्वेश्चन हो, बस फोटो खींचो, अपलोड करो। കുട്ടപ്പനാണെങ്കിൽ ഒബീറ്റോയെ കാണുമ്പോ ഇപ്പൊ അവന്റെ ഫേസ് തന്നെ ഓർമ്മ വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒബീറ്റോ അവൻ റിന്നിന്റെ ബോഡി കെട്ടിപ്പിടിച്ച് കരയുന്നതും അവൾ നഷ്ടപ്പെട്ട വേദനയില് ഓരോ ദിവസവും അവൻ വേദനയിൽ കഴിയുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് ഇപ്പൊ നാറൂട്ടോ പൊട്ടിക്കരയും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒബീറ്റോ അവനാണെങ്കിൽ കുട്ടപ്പന്റെ ശ്രദ്ധ തെറ്റി എന്ന് മനസ്സിലാക്കിയ സമയം വീണ്ടും ഫുൾ ഫോഴ്സില് ആ ബീസ്റ്റുകളെ അവന്റെ നേർക്ക് വലിക്കും. സാസുകെ നാറൂട്ടോ എന്ന് നിലവിളിച്ച് അങ്ങനെ എടുത്തു ചാടി ആ ബീസ്റ്റുകൾ വീണ്ടും കുട്ടപ്പന് നേർക്ക് വലിക്കും. സാസുകെയുടെ തൊട്ടു പിന്നാലെ നമ്മുടെ 9 പേരുള്ള ആ ഒരു ടീം അവരും അവരുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. മിനട്ടോ ആളവിടേക്ക് ചാടി വീഴും. ആളുടെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ള ആലയന്റെ ഷിനോബീസും അവരെല്ലാവരും ചേർന്ന് മിനട്ടോയുടെ പവർ ഉപയോഗിച്ച് ആ ബീസ്റ്റുകളെ അതിനെ വീണ്ടും കുട്ടപ്പനോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ പിടിച്ചു വലിക്കും. ഒബീറ്റോ വീണ്ടും അതൊക്കെ കണ്ട് നറൂട്ടോയെ നോക്കും. അപ്പൊ നറൂട്ടോയ്ക്ക് പുറകിലായി ഒരു വലിയ ഷിനോബി വേൾഡ് തന്നെ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നത് അവൻ കാണും. ഒബീറ്റോ ഒന്ന് തിരിഞ്ഞു നോക്കും. അവന്റെ പിന്നില് ആരുമില്ല. ഒബീറ്റോയ്ക്കാണെങ്കില് നറൂട്ടോയെ കാണുമ്പോ അവനെ തന്നെ ഓർമ്മ വരും. നാറൂട്ടോ ഒബീറ്റോയോട് സംസാരിക്കാൻ തുടങ്ങും. നീയും എന്നെ പോലെ തന്നെയാണ്. വലിയൊരു സ്വപ്നത്തിന് പിന്നാലെയാണ് നീ ജീവിച്ചത്. ഒരു ഹൊക്കാഗെ ആവണം എന്നുള്ള സ്വപ്നം. നിന്നെപ്പോലെ തന്നെയാണ് ഞാനും. എനിക്കും ഒരു വലിയ ഹൊക്കാഗെയായി മാറണം. ഈ കാലത്ത് എല്ലാവരാലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും മാത്രം കിട്ടി ജീവിച്ചവനാണ് ഞാൻ. പക്ഷെ അതൊന്നും എന്റെ വഴികളില് എനിക്കൊരു തടസ്സമായിരുന്നില്ല. നീ ഇപ്പോ ഒരു ഫേക്ക് വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്റെ പപ്പയുടെ സ്റ്റുഡന്റ് ആണ്. കാക്കാഷി മാസ്റ്ററിന്റെ ഫ്രണ്ടാണ്. ഈ ലീഫ് വില്ലേജിന്റെ
ഒരു പവർഫുൾ ഷിനോബിയാണ്. നീയാണ് സാക്ഷാൽ ഒബീട്ടോ ഉച്ചിഹ. നിന്റെ ഫേസിലെ ആ ഒരു മാസ്ക് അത് പറിച്ചെറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നറൂട്ടോ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അവൻ ഫുൾ കലിപ്പിൽ പറയും, നറൂട്ടോ നീ എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയില്ല. പണ്ട് എനിക്ക് ഒരുപാട് മണ്ട സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ ഒന്നും പുറകിലല്ല. അത് കേട്ട് നറൂട്ടോ അവൻ അടിച്ചു പറയും, എന്തൊക്കെയാണെങ്കിലും നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ അതൊന്നും നടക്കില്ല. നീയും ഞാനും പല വിധത്തില് വലിയ വലിയ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ഫേസ് മാസ്ക് അത് വലിച്ചു കീറി നിന്നെ ഞാൻ പഴയ ഒബീട്ടോ ആക്കി മാറ്റും. ഒബീട്ടോ ചോദിക്കും, സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടേ? എന്തിനാ നീ എന്നെ ഫോളോ ചെയ്യണേ? നറൂട്ടോ ചിരിക്കും, നീ സാക്ഷാൽ ഒബീട്ടോ ആണെന്ന് എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തണം. മാത്രമല്ല പഴയ ഒബീട്ടോയെ എനിക്ക് തിരികെ പിടിക്കണം. അത് കേട്ട് ഒബീട്ടോ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ ഒബീട്ടോ അല്ല. എനിക്ക് ആ പഴയ മെമ്മറീസിലേക്ക് പോകാനായിട്ട് ഒരു താല്പര്യമില്ല. ഇപ്പൊ ഞാൻ അട്ടേലുമായിട്ട് കമ്പൈൻഡ് ആയി കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഞാനിപ്പോ മറ്റൊരു ലെവലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു വേൾഡിന്റെ ഗോഡായി ഞാൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു വരാനോ മടങ്ങി പോവാനോ കഴിയില്ല. എന്റെ ലക്ഷ്യം അതിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. അതിന് മാത്രമാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്. ഞാനാണ് സേജ് ഓഫ് സിക്സ് പാത്ത്. അതിന് കുട്ടപ്പം പറയും, നീ ഒരു മണ്ണാങ്കട്ടയോ അല്ല. നീ ഇപ്പോഴും ആ പഴയ ഇക്ലാ ക്ലാനിലെ ഒബീട്ടോ തന്നെയാണ്. നിന്റെ മെമ്മറി അത് ഞാനുമായിട്ട് കണക്ട് ആയപ്പോഴാണ് നിന്റെ എല്ലാ ഹിസ്റ്ററിയും എനിക്ക് മനസ്സിലായത്. എനിക്കും നിനക്കും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. നമുക്ക് രണ്ടുപേർക്കും പാരന്റ്സ് ഇല്ല. ഒറ്റപ്പെടലിലൂടെയും തനിച്ചുള്ള ജീവിതത്തിലുമാണ് ഇത്രയും കാലവും നീയും ഞാനും വളർന്നു വന്നത്. നീ ആക്ച്വലി ഇതൊക്കെ ചെയ്യുന്നത് പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാനല്ല, മറിച്ച് നീ നിനക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിന്റെ പഴയ ഡ്രീം ഒരു ഹൊക്കാഗെ ആവണം എന്നതായിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. നിന്റെ കൂടെ നിന്റെ പുറകില് നിന്നോട് ചേർന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന്. നീ ഇപ്പോ തനിച്ചാണ്. ആരും നിനക്ക് കൂട്ടില്ല. നീ നിന്റെ പഴയ ഫീലിങ്സ് അതൊക്കെ ഓർത്ത് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ ഇത്രയും നാളും അങ്ങനെ ആയിരുന്നില്ല. ലൈഫിൽ ഓരോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴും ഞാൻ അതിനെ ഒക്കെ തന്നെ തരണം ചെയ്ത് മുൻപോട്ട് പോയി. അത് കേൾക്കുമ്പോ ഇപ്പൊ ഒബീട്ടോയ്ക്ക് അവൻ എന്തൊക്കെയോ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഒബീട്ടോ പറയും, ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ തന്നെ എനിക്ക് മനസ്സിലായതാണ് നീയും ഞാനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ വേൾഡിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ ഞാൻ വെറും ഒരു ഹൊക്കാഗെ ആവാനല്ല, മറിച്ച് അതിനു മുകളില് ഒരു വലിയ ലോകം ഉണ്ടാക്കി അതില് ഒരു ദൈവമായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എന്നും എപ്പോഴും സമാധാനം മാത്രം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിലെ റിന്ന് ഇപ്പൊ ഒബീട്ടോയുടെ നെറ്റിയില് ഒരുപാട് കരുതലോട് കൂടെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുക്കും. ഒബീട്ടോ പറയും, നീ ഇപ്പൊ രക്ഷിച്ചത് വരും കാല ഹൊക്കാഗെയാണ്. സോ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നീ എന്റെ സ്വത്ത് കുട്ടിയല്ലേ. ഉറപ്പായിട്ടും സമാധാനപൂർണമായ ഒരു ലോകം അത് ഞാൻ നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. കട്ട് ചെയ്ത വീണ്ടും പ്രസന്റിൽ ഒബീട്ടോ പറയും, ഞാനിപ്പോ ഒരു ഷോർട്ട് കട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും അതൊരു തെറ്റായിട്ട് തോന്നും, പക്ഷേ എന്നെ കൊണ്ട് ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. സോ എന്റെ വഴിയാണ് എന്റെ ശരി. നറൂട്ടോ പറയും, എല്ലാവർക്കും എളുപ്പവഴി തേടി പോവാൻ വളരെ ഈസിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ശരിയായ വഴിയിലൂടെ നടന്ന് ശീലിക്കാൻ ശ്രമിക്കുന്നില്ല. അതിലൂടെ ഒരിക്കലെങ്കിലും നടന്നാൽ മാത്രമേ അതിന്റെ സുഖവും സന്തോഷവും നമുക്ക് അറിയാൻ കഴിയൂ. ഹൊക്കാഗെ ആവാൻ അക്കാദമി ലക്ഷ്യമാണ് അവൻ. ഏകാന്തരാവിൽ കൂട്ടായി വരും മ്യൂസിക് മാജിക് ആണ്. സ്പോട്ടിഫൈ മ്യൂസിക് മാജിക് ആണ്. ആധാർ കാർഡ് പാൻ കാർഡെല്ലാം കേൾക്കുമ്പോൾ അവര് മൂന്ന് പേരും വഴിയാണ് എനിക്ക് ശരി. ഉടനെ നറൂട്ടോ പറയും, അപ്പൊ നീ റിന്നിനെ സ്നേഹിച്ചിട്ടില്ലേ? അവളുടെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കില്ലേ? റിന്നെ ആഗ്രഹിച്ചത് നീ ഇങ്ങനെ ഒരു ഒബീട്ടോ ആയി മാറാൻ അല്ല. റിന്നിന് വേണ്ടിയെങ്കിലും നീ പഴയ ഒബീട്ടോ ആവണമെന്ന് പറയും. അത് കേട്ട് ഒബീട്ടോ അവൻ ഷോക്കായി ഇപ്പൊ നറൂട്ടോയെ നോക്കും. നറൂട്ടോയെ കാണുമ്പോ അവൻ അവനെ തന്നെ കാണും പോലെ ആയിരിക്കും ഇപ്പൊ ഫീൽ ചെയ്യാ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവൻ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ കാക്കാഷി ഇപ്പൊ ഒബീട്ടോയോട് ചോദിക്കും, ഓ നീ ഇന്നും എപ്പോഴത്തേതും പോലെ ലേറ്റ് ആയിട്ടാണല്ലേ വരുന്നേ? ഒബീട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒബീട്ടോയെ തന്നെ അവന്റെ തൊട്ട് മുൻപിൽ കാണാൻ കഴിയും. ഒബീട്ടോയുടെ ഇപ്പോഴത്തെ രൂപത്തിലുള്ള
റിന്ന്, കാക്കാഷി, പിന്നെ കുഞ്ഞൻ ഒബീട്ടോ. ആ ഒബീട്ടോ ഇപ്പോ പ്രസന്റിലുള്ള ഒബീട്ടോയ്ക്ക് നേരെ കൈ നീട്ടും. ഇത് യഥാർത്ഥ ഒബീട്ടോ അല്ല. യഥാർത്ഥ ഒബീട്ടോ അത് ഞാനാണ്. റിന്നിന്റെ സ്വന്തം, റിന്നിന്റെ മാത്രം ഒബീട്ടോ. അവൾക്കിഷ്ടപ്പെട്ട, നിനക്കിഷ്ടപ്പെട്ട ആ ഒരു പഴയ ഒബീട്ടോ ആയി നീ മാറണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ കൈ നീട്ടും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഷിനോബികൾ എല്ലാവരും ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് അബ്സോർബ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഫിജികാകെ, റെയ്ക്കാകെ, നിസികാകെ, ഗാറ, ഒക്കാഗെ ആന്റി, അങ്ങനെ എല്ലാവരും ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെ പിടിച്ചു വലിക്കുകയാണ്. അവരുടെ ഓപ്പോസിറ്റ് ഒബീട്ടോ എന്ന് പറയുന്ന ആ വലിയൊരു ശക്തി. ഒബീട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ പിടിച്ചു നിൽക്കാനാവില്ല. അവൻ ആദ്യം ഒലയാൻ തുടങ്ങും. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൻ കൺഫ്യൂസ്ഡ് ആവും. അടുത്ത സെക്കൻഡ് ആ 9 മോൺസ്റ്റേഴ്സിനെയും നമ്മുടെ ആൾക്കാർ ചേർന്ന് അങ്ങനെ പിടിച്ചു വലിച്ചെടുക്കും. ഒബീട്ടോടെ കാറ്റ് പോയി അവരിപ്പോ നോർമലായി താഴേക്ക് വീഴുകയാണ്. മൈഗയ്ക്കാണെങ്കിൽ അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആണെങ്കിൽ ഇപ്പൊ മുകളിലേക്ക്